ഹായ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. പിന്നെ ഇന്ന് ഞായറാഴ്ച രാവിലെ 31-ാം തീയതിയാണ്. അപ്പോൾ എൻ്റെ സ്റ്റാളൊക്കെ കഴിഞ്ഞു. ഇന്നലെ കഴിഞ്ഞു, 30-ന് സ്റ്റാൾ കഴിഞ്ഞു. പിന്നെ അപ്പോൾ നിലൂസ് ഇപ്പോൾ എണീച്ചിനേ ഉള്ളൂ. നിലൂസ് എണീച്ച് നമ്മളിങ്ങനെ രാവിലെ കുറച്ച് ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നിലൂസിന് ഉറക്കൊന്നും മാറിയില്ല. നിലൂസ് ഉറക്കം മാറിയില്ല. തക്കുവിന്റെ കൈ മുറിഞ്ഞു പോയി. നഖം മുറിച്ചു കൊടുക്കുമ്പോ ചെറുങ്ങനെ മുറിഞ്ഞ്. എങ്ങനെയാ മുറിഞ്ഞ ബാബേ? ആരാ മുറിച്ച കൈ ബാബേന്റെ? അമ്മ മുറിച്ച് ചെറുതായി തൊലി പോയി. പിന്നെ അപ്പോൾ നമ്മളിന്ന് അന്ന് നിങ്ങളോടൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണൂരെ കാഴ്ചേൻ്റെ നമ്മൾ പോയിട്ടാകുമ്പോഴുള്ള വീഡിയോസ് നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് വീഡിയോസ് എടുത്തിന്, പിന്നെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേ. നമുക്ക് ഇന്ന് അതിൻ്റെ വീഡിയോസ് കാണാം. പിന്നെ അപ്പോൾ വേറൊന്നുമല്ല, കുട്ടിയൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൂവിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും സൗണ്ടും കാര്യങ്ങളും ലൈറ്റും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഉള്ളത്. പിന്നെ കുറച്ച് റൈഡ്സ് നമുക്ക് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന റൈഡ്സ്. അത് കണ്ണൂർ പൊതുവെ വരുന്നത് തന്നെയാണ്. എന്നിട്ടില്ലേ കുഞ്ഞാവ വണ്ടി കയറിയല്ലേ? നിലൂസ് ഒരു റൈഡ് കയറിന്. നമ്മൾ ഒരു റൈഡിൽ മാത്രമേ കയറിയിട്ടുള്ളൂ, അധികം നിൽക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വേഗം വന്നിന്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാമല്ലോ സിസ്റ്റർ? നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞേ. ലൈക്ക് ചെയ്യണം പറ. ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റ്സിൽ പറയണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. അങ്ങോട്ടേക്ക് സപ്പോർട്ട് വേണം. നിലൂസിന് ഉറക്കം മാറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം. വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കുട്ടികളെല്ലാം ഉള്ളവരുണ്ടെങ്കിൽ പോയിട്ട് കാണുമോ. മുതിർന്നവർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, എന്നാലും കാണാനുണ്ട്. പിന്നെ 100 രൂപ ചാർജ് വരുന്നത്, ഒരാൾക്ക് 100 രൂപ ചാർജ്. അത് കുറച്ചധികം, ഒരു 80 രൂപ 60 രൂപയിലാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ഫാമിലിക്കൊക്കെ പോകുമ്പോൾ പരമാവധി രാത്രി പോകാൻ നോക്കും. 2 മണിക്ക് അവിടെ തുടങ്ങുന്നുണ്ട്. പക്ഷേ രാത്രി ഒരു 6 മണി 7 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് ആസ്വദിക്കാനും ആ ലൈറ്റും കാര്യങ്ങളും കണ്ടാലും നമുക്കൊരു പൈസ മുതലാവെന്ന് പറയാം. അത്രയേ ഉള്ളൂ, 100 രൂപ ഉള്ളത് കൊണ്ട്. അപ്പോൾ 5 വയസ്സ് താഴെയുള്ള കുട്ടിക്ക് ഇത് വേണ്ട. മുതിർന്നവർക്ക് 5 വയസ്സ് മുകളിലുള്ളവർക്കാണ് 100 രൂപ ചാർജ് വരുന്നത്. അപ്പോൾ അതുമാത്രമല്ല, അതിനുള്ളൊരു ചെറിയ കലാപരിപാടികൾ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വാ. ഹായ്. അപ്പോൾ നമ്മൾ കണ്ണൂരെത്തി. ഇതിൻ്റെ മുന്നേ തന്നെ നമ്മളിപ്പോൾ കയറിപ്പോകുമ്പോൾ ഒരു കവാടൊക്കെ ഉള്ളതുപോലെയുള്ളത്. കവാടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂവിലൊക്കെ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ തരാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു പച്ചപ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയത്. കയറുമ്പോൾ തന്നെ നമ്മൾ നല്ല മയിൽ പീലി വിടർത്തി ആടുന്നതും, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ലവ് പോയിൻ്റ്, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ലവ് പോയിൻ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ ഇൻട്രൊഡക്ഷനിലുള്ളത്. പിന്നെ ഒരു പാലത്തിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടുന്ന ഒരു പാലം, അതല്ല ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പച്ചപ്പ്, ചെടിയും പൂക്കളൊക്കെ വെച്ചിട്ടുള്ളൊരു പാലം, അതുപോലെ തന്നെ ഒരു ട്രെയിന്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. കാണാൻ പറ്റുന്നൊരു ഇതാണ്. അതിൽ കുറച്ച് എല്ലാ മൃഗങ്ങളുണ്ട്. ആന, പുലി, ഒട്ടകം, പിന്നെ അതുപോലെ തന്നെ ദിനോസർ, പാമ്പ്. ഒരു കാട്ടിലുള്ള മുഴുവൻ ജീവികളെ അവർ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ, ആ രാത്രിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഒരു ആംബിയർ കിട്ടുന്നുണ്ട്. നിലൂസ് നല്ല പേടിയായി കേട്ടോ. നിലൂസിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നിലൂസ് പേടിയായിട്ട് ഒരാൾ എടുക്കുക, അച്ഛൻ എടുക്കുക, അമ്മ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അരച്ചിലായിരുന്നു. ആ ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അത് കാണാനും. അതുപോലെ തന്നെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന സൗണ്ട് തന്നെയാണ് അതിനുള്ളത്. സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നല്ല ഒരു പുലിൻ്റെയും അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഒരു പേടി തോന്നുന്നു.
നമ്മളിതൊക്കെ കണ്ട് അവസാനം എത്തുമ്പോൾ നല്ലൊരു മാന് നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതുണ്ട്. അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. രാത്രി നല്ല അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു കപ്പലുണ്ട്. അവർ ഇതിലൂടെ കപ്പൽ പോകുന്നതൊക്കെയാണ് അവരെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരു ആശയത്തിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് തന്നെ അവർ നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളത് ഇതേപോലത്തെ കുറച്ച് മൃഗങ്ങൾ കൂടി അതിൻ്റെ ചുറ്റുമുണ്ട്. പാമ്പുണ്ട്. പാമ്പൊക്കെ ഇങ്ങനെ മരത്തിൽ ചുറ്റിയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല രസമുണ്ട്. നിലൂസ് അപ്പോൾ പേടിയുണ്ടായിരുന്നു നിലൂസിന്. പാമ്പ് എന്നിട്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു നിലൂസിന്. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങനെ കാര്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. കാണാൻ വേണ്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു സൂ തന്നെയാണ് അവരൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ കണ്ണൂരുള്ള കുറച്ച് കാര്യങ്ങൾ ഇതാണ് കാണും. അതായത് പിന്നെ ഒരു ഫോട്ടോ ഗാലറി പോലെയുള്ളത്. അതായത് കണ്ണൂർ എല്ലാ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഒരു ഫോട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാനത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഞാനതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഓരോന്നും പറശ്ശിനിക്കടവ്, മുത്തപ്പ, അതുപോലെ തന്നെ വയലപ്ര, പയ്യാമ്പലം ബീച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അവതാറിൻ്റെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് അവതാറിൻ്റെയൊക്കെ ഇതിൽ ശരിക്കും കാണാൻ പറ്റുന്നൊരു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒറിജിനൽ കുട്ടീൻ്റെ രൂപമൊക്കെ നമ്മൾ ആസിൽ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിനെ പറ്റിയിട്ടുമുണ്ട്. പിന്നെ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ട്. കുറച്ച് ഭക്ഷണപ്രേമികളാണെങ്കിൽ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പാവ് ബജ്ജി മറ്റു കാര്യങ്ങളൊക്കെ. നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. നമുക്ക് പിന്നെ അതത്ര വലിയ ഇഷ്ടമല്ല. വാവക്കും ഇഷ്ടമല്ല, നമുക്കും ഇഷ്ടമല്ല. നല്ല ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചില്ല. നമ്മൾ പിന്നെ പുറത്തുനിന്ന് കഴിക്കുക ചെയ്തേ. പിന്നെ കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ. വലിയവർക്കും കുട്ടികൾക്കും കയറാൻ പറ്റുന്ന കുറേ റൈഡ്സ് ഉണ്ട്. പക്ഷേ നിലൂസിന് ഒറ്റയ്ക്ക് കയറുന്ന റൈഡ്സ് ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. വലിയ റൈഡ്സിലൊക്കെ കയറണം എന്ന് പറഞ്ഞു. നമ്മൾ ആകാശത്തോട്ടിലെല്ലാം കയറണം എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അവിടെ ഒരു കുഞ്ഞ് ട്രെയിൻ ഉണ്ട്, അതിൽ കയറാമെന്ന് ചോദിച്ചപ്പോൾ ശ്രീ വരുന്നില്ല എന്ന് പറഞ്ഞു. നിലൂസിന് അതെല്ലാം കാണാനും പറ്റുന്നുണ്ട്. അതിലേക്കൂടി ഇങ്ങനെ പോകുമ്പോൾ ആകാശത്തൊട്ടിലും മറ്റേ വേറെ എന്തൊക്കെയോ റൈഡ്സ് ഉണ്ട്. പേരൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. ഇതിങ്ങനെ കറങ്ങി വരുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്നതുകൊണ്ട് നിലൂസിന് കുറച്ച് സന്തോഷമായി. പിന്നെ ഇതിൻ്റെ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ കലാസന്ധ്യ, അതായത് എല്ലാ ദിവസവും വൈകുന്നേരം അതുണ്ടാവും. അതവിടെ പല പരിപാടികൾ, ഒന്നുകിലും മ്യൂസിക് ആയിരിക്കും, അല്ലെങ്കിൽ ഡാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കോമഡി ആയിരിക്കും. അങ്ങനെ പല പരിപാടികളാണുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസാനം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്.